ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ആ, ആ മെസ്സേജ് പാസ് ചെയ്യുന്നത്? ഞാൻ എയിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. വന്ന സമയത്ത് എന്താണ് എന്റെ പ്രതിശതാദ്യമായിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരാളാവാനും എനിക്ക് പറ്റുവാനും. അവിടെ എന്താണ് എന്നുള്ളതും എന്താണ് മെസ്സേജ് എന്നുള്ളതിനും അറിയില്ലായിരുന്നു. ഞങ്ങൾ മൂന്നാല് പേര് വീട്ടിൽ കൂടും, കുറച്ച് കുടിച്ച കഥകളൊക്കെ പറയും, പോകും, അടുത്ത ആഴ്ച വരും, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അപ്പൊ അതിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന്റെ കുടിച്ചിരുന്ന ആൾക്കാരെയൊക്കെ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഒരു കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞ് പല പ്രദേശത്തു നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. അതുവരെ ഒരു ആ, തെറ്റായിരുന്നു എന്നല്ല, ഞങ്ങൾ കുടിക്കാതിരുന്നു എന്നുള്ള സത്യമാണ്. ഞങ്ങൾ കുറച്ച് പറയാൻ തുടങ്ങിയത് മീറ്റിംഗിൽ മെസ്സേജ് പാസ് ചെയ്യുന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഔട്ട്സൈഡ് മാത്രമല്ല, മീറ്റിംഗ് റൂമിനകത്തും ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഏത് രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് വെച്ചാല് നമ്മൾ പലപ്പോഴും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രവും ആ കാലഘട്ടങ്ങളിലും എങ്ങനെയായിരുന്നു പ്രോഗ്രാം വന്നിരുന്നത്, ആൾക്കാരിലേക്ക് എങ്ങനെയാണ് അത് ഫീഡ് ചെയ്തിരുന്നത്, സ്പോൺ ഫീഡ് ചെയ്തിരുന്നത്. ആദ്യമൊക്കെ ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. ഈ 12-ാം പടിയിൽ പറയുന്നത് ഈ പടികളിൽ നിന്ന് ഈ മെസ്സേജ് ബാക്കിയുള്ളവർക്ക് അപ്പൊ 12 വരെ പോകണം. അതിന് എന്റെ ഒരു സുഹൃത്ത് ഏലുണ്ടായിരുന്നു. സുഹൃത്ത് പറഞ്ഞൊരു കാര്യം വളരെ എന്നെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. പുള്ളി പറഞ്ഞത്, സുന്ദരവന്റെ റോഡിൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന അയാളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അത് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാണ്, അടുത്തുള്ള ഹോസ്പിറ്റൽ. ചേട്ടാ ഇച്ചിരി ഉറക്കെ പറയണം. അവരവിടെ അറിയാം. ആ ഈ ഓക്കെ. ഇയർഫോൺ മാറ്റി വെക്കാവോ? ഇയർഫോൺ മാറ്റി വെച്ചാൽ അതായിരിക്കും നന്നായിട്ട് കേൾക്കാം. ഹലോ. ഓക്കെ. ആ പറഞ്ഞോളൂ. ഹലോ. വീഡിയോ കൂടെ ഓക്കെ. അപ്പോഴ് ഈ അദ്ദേഹം പറഞ്ഞത് റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുന്നതിന് ചെയ്യാൻ പറ്റുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. ആ ഹോസ്പിറ്റലിൽ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ചെയ്തു. അപ്പോൾ ആദ്യകാലങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് വെച്ചാൽ മീറ്റിംഗ് റൂമിലേക്ക് ആൾക്കാരെ എത്തിക്കുക. പക്ഷെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ആ മീറ്റിംഗ് റൂമിൽ മെസ്സേജ് എത്തുന്നുണ്ടോ. ഒരു കാലഘട്ടം വരെ ഞാനും ആ 2 ദിവസം മാത്രം പറഞ്ഞു ഒരു കാലഘട്ടം. അതിന് എത്ര പേർക്ക് മെസ്സേജ് കിട്ടി, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ ആൾക്കാരെ അപ്രോച്ച് ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അതിൽ ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ പോയി ആവേശത്തോടു കൂടി പോയി കണ്ടിരുന്ന പലരും മീറ്റിംഗിലേക്ക് വന്നിട്ടില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്നു 1 കൊല്ലം കഴിഞ്ഞു, സ്പോൺസർ പ്രോഗ്രാം ഒന്നുമില്ല. എന്റെ ഒരു സഹോദരൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കാണാനായിട്ട് എന്നെ മാറ്റി ഒരു മീറ്റിംഗിൽ വരും, ഈ പുസ്തകം അതെ ഇതെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം രീതിയിലെ പണി നോക്കാം, ഞാൻ നോക്കാം. അദ്ദേഹം വളരെ മോശമായിട്ട് കണ്ടില്ല, കുടിച്ചടക്കുന്നെ കാട്ടുന്നു. പക്ഷേ അതിനുശേഷം ഒരു ആൽക്കഹോളിക്സ് എന്നതിന്റെ സ്പോൺസർ ചെയ്തിട്ട് പ്രോഗ്രാമിലേക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കഴിഞ്ഞപ്പോൾ എന്റെ ഈ സഹോദരൻ തന്നെ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം മീറ്റിംഗ് വരും, സോബറായിട്ട് എനിക്ക് വെച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി 12-ാം പടിയുടെ മഹത്വം എന്താണ്. എന്നിലില്ലാത്തൊരു കാര്യം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഞാൻ മനസ്സിലാക്കിയത് സ്പിരിച്വൽ അവേക്കനിങ് ആണ്. പക്ഷേ കുടി നിർത്തുക എന്നുള്ള ഒരു കുടി നിർത്താനുള്ള സഹായം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു മെസ്സേജ്, ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ആ ഒരു സൈക്കിക് ചേഞ്ച് അതില്ലാതെ എനിക്ക് എന്താണ് ഒരാളുടെ അടുക്കൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. കോഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം 12 പടിയൊക്കെ അത് മനസ്സിലാക്കിയിട്ടില്ല, അതിൽ കൂടെ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് മെസ്സേജാണ് എനിക്ക് പറഞ്ഞത്. ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 1-2 കൊല്ലം ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു നമ്മൾ ഈ ഏത് പലപ്പോഴും പറയുന്ന ശരിക്കും വിൽസന്റെ ഓരോ അധ്യായവും വളരെ കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് മറ്റുള്ളവരുടെ പ്രവർത്തനം എന്നുള്ളതിനകത്ത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കും. പിന്നീട് മനസ്സിലാക്കി ഒരു ഒരാൾക്ക് സ്റ്റെപ്പാണോ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം എന്റെ സ്പോൺസർ ഈ ഒരു അധ്യായം ഒന്ന് വായിച്ചിട്ട് പോകാൻ പറയും. 10 മിനിറ്റിൽ കൂടുതൽ എടുത്തില്ല ഇത് അധ്യായം. നമ്മൾ വിചാരിച്ചിരുന്ന നമ്മൾ ചെയ്യുന്ന പലപ്പോഴും ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത പല ചെറിയ മഞ്ഞൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരാളുടെ മെസ്സേജ് കൊടുക്കാൻ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വഴിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങളല്ല നമ്മളൊരു എന്തോ പറയുന്നു കൃത്യമായിട്ടൊരു ഫസ്റ്റ് ഓഫ് മെസ്സേജ് എന്നോ ഒന്ന് ആലോചിച്ച് നോക്കും.
ബില്ലും ഡോക്ടർ ബോബുമായിട്ടുള്ള മെസ്സേജ്, ഈവൻ എബി ചാച്ചർ വരുന്ന അത് പോലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ എങ്കിൽ അതിനുശേഷം ബില്ല് ഡോക്ടർ ബോബു പറഞ്ഞൊരു വാചകം അതിനകത്ത് എനിക്കൊന്ന് ആ ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ബോബ 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹം ആ റൗണ്ട് സ്പെക്സ് അതെടുത്ത് പൊക്കി നോക്കിയിട്ട് ഈ മനുഷ്യനെ നോക്കി പറയുകയാണ്, ഈ മനുഷ്യൻ എന്റെ ഭാഷയാണല്ലോ സംസാരിക്കുന്നത്, എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ഫ്രീക്വൻസി അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം ഉണ്ടായിരുന്ന ബില്യൻ സാധിച്ചു. ഞാൻ എന്റെ വേറൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഞാൻ മീറ്റിംഗിൽ ആദ്യ കാലങ്ങളിൽ ഒരു ആൾ വന്നു, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഒരു ടീ ബ്രേക്കിന് പോയപ്പോൾ ആ മനുഷ്യന്റെ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകം, ഞാൻ എന്നെ എപ്പോഴും പലപ്പോഴും അലോസരപ്പെടുന്നത്, ഞാൻ ആ മനുഷ്യന്റെ ഒക്കെ പറഞ്ഞൊരു വാചകം, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് നിങ്ങൾ കുടിച്ചു പോകും. അതിന് അടുത്തൊരു മീറ്റിംഗിൽ ആ മനുഷ്യൻ കുടിച്ചിട്ട് അവിടെ വന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞിട്ടാണ് നമ്മളുടെ ഒരു വാക്ക് അവസാനത്തെ ഒരു അത്താണിയായിട്ട് വരുന്ന ഒരാൾ എന്താണ് ഈ മെസ്സേജ്, ആൽക്കഹോളിക്സ് അനോൺസ് എന്താണെന്നുള്ള പ്രോഗ്രാം എന്താണെന്ന് പോയി പറഞ്ഞു കൊടുക്കാൻ വാച്യത്തിനാണ് മനസ്സിലാക്കിയ പല പല അനുഭവങ്ങൾ. എങ്ങനെയായിരിക്കണം ഒരാളോടുള്ള അപ്രോച്ച്, ഏത് രീതിയിലായിരിക്കും അത്. ഇപ്പോൾ ലവ് ആൻഡ് ടോളറൻസ് ഒക്കെ പറയുന്ന നോക്കുവാണെങ്കിൽ അതിനൊക്കെ ഒരു 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 സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. ഇന്ന് പലപ്പോഴും ഞാൻ ഒരു കടം കൊട്ട് പറയുകയാണെങ്കിൽ, ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരുപാട് വേണം, പക്ഷെ അതിന്റെ മെസ്സേജ് പലതും നഷ്ടപ്പെട്ടു. നമുക്ക് അപ്പോഴെന്താ വേണ്ടത്, നമ്മൾ വീണ്ടും ആ മെസ്സേജിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. കാരണം ബിഗ് ബുക്ക് ഒട്ടും മാറിയിട്ട് അത് ഓതന്റിക് ആയിട്ടുള്ള പുസ്തകം തന്നെയാണ്, പക്ഷെ മീറ്റിങ്ങിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി. സ്പോൺസർഷിപ്പ് എന്നുള്ളത് അടപടലം മാറിയിരിക്കുന്നു. അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നടന്നതിന്റെ കൂട്ട് വളരും പല മീറ്റിങ്ങിലും വളരെ രസകരമായിട്ട് തമാശയിൽ പറയുന്നതൊക്കെ, മീറ്റിങ്ങിൽ നമ്മൾ ഇടയ്ക്ക് കയറുമ്പോൾ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയില്ല. ആരും എന്നുള്ള ആൽക്കഹോളിക്സ് അനോൺസ് എന്നോ ബിഗ് ബുക്ക് എന്നോ സ്പോൺസർ എന്നോ സ്റ്റെപ്സ് എന്നോ ഒന്നും പറയുന്ന പോലും കേൾക്കുന്നു. ഇതെന്ത് മീറ്റിംഗ് ആണെന്ന് പോലും അത്ഭുതപ്പെട്ടു പോകുന്ന അവസരങ്ങൾ അവിടെ എന്താണ് പറയുന്നത് അലോസരപ്പെടുത്തുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിട്ട് അവസാനം സെറനിറ്റി പ്രയർ കൂടി ഇല്ലെങ്കിൽ എന്ത് മീറ്റിംഗ് ആണെന്ന് പോലും പുതിയതായിട്ട് വരുന്നതാണ് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് വരാം. ആൽക്കഹോളിക്സ് അനോൺസിന്റെ മെസ്സേജിന് മനസ്സിലാക്കുന്ന കാര്യം, ആൽക്കഹോളിക്സ് അനോൺസിന്റെ മീറ്റിംഗിൽ വരുമ്പോൾ ആരെയും ഒന്നും ഫോഴ്സ് ചെയ്യിക്കുന്നില്ല. നമ്മൾ ഏത് ലെവലിൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല, പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇൻവോൾവ്മെന്റ്, അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് പല തലങ്ങളിൽ കൂടെ കടന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു പരിണിതന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവരോടൊക്കെ ചോദിച്ചു, അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഒന്നാമതായിട്ട് അവർ മീറ്റിങ്ങിലൊക്കെ പോകുന്നുണ്ട്, രണ്ടാമത് ആൽക്കഹോളിക്സ് അനോൺസിന്റെ സാഹിത്യങ്ങൾ വായിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരവസ്ഥയിലുണ്ട്, മൂന്നാമത് അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സ്പോൺസറെ അയാൾ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നാലാമതായിട്ട് അത് മനസ്സിലാക്കുക മാത്രമല്ല എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യും. ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അവർ വീണ്ടും മറ്റുള്ള സ്പോൺസർ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ആൽക്കഹോളിക്സ് അനോൺസിന്റെ മെസ്സേജ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. ഞാൻ പകർന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നീടാണ് ജേണൽ സർവീസ് വർക്ക് എന്നൊക്കെ പറഞ്ഞത്. ആദ്യം ഞാൻ എന്നെ അതിനുശേഷമാണ് മറ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ. ശരിയാണ്, ആദ്യ കാലഘട്ടങ്ങളിലൂടെ ആർക്കെങ്കിലും മെസ്സേജ് പാസ് കഴിഞ്ഞാൽ ബില്ലിന്റെ കഥ പറഞ്ഞ ഇതിൽ നമുക്കും നിൽക്കാം, പക്ഷെ അത് മെസ്സേജ് അല്ലല്ലോ. പലപ്പോഴും ഒരു മീറ്റിംഗ് എവിടെ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞു. പല അംഗങ്ങളുടെയും നമ്മളുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരാപരമായിരുന്നു. അത് ഞാനും ഒരു ഭാഗവക്കാരൻ. 480 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന ഒരു 3 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇന്ന് കാണുന്നത് 250 ഗ്രൂപ്പുകൾ. എന്തെല്ലാം മെസ്സേജുകളാണ് മറ്റ് പബ്ലിക് ഇൻഫർമേഷൻ, പബ്ലിക് അവയർനെസ്, അതായത് ഒക്കെ നടക്കും. എവിടെ പോയി അത് ഇന്നും കേരളത്തില് വന്നിട്ട് ഇത്രയും നാളുകളായിട്ട് എത്ര പേരുണ്ട് ഒരു
2 ഡിക്കേഡ്സ് അല്ല 20 വർഷത്തിന് മുകളിൽ സോബറായിട്ട് കണ്ടിന്യൂസ് സോബറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എന്താണ് ഇവിടെ അതിലൊരു സ്പോൺസർഷിപ്പ് എന്നുള്ളത് ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ള രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണ് പ്രോഗ്രാം, അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പിരിച്വൽ ഹിറ്റ് ഓഫ് എന്നുള്ള രീതിയിലേക്ക്, കുറച്ച് വർഷമായുള്ള രീതിയിലേക്ക് തെറ്റായ മെസ്സേജുകൾ അംഗങ്ങളിലേക്ക് പറഞ്ഞു. നമ്മുടെ മാറ്റം എന്താണെന്നില്ലാതെ ഇതാണെന്നുള്ള രീതിയിലേക്ക്. അപ്പൊ നമ്മൾ എന്നെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഒരാൾക്ക് ചെയ്യും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, സ്പിരിച്വൽ അവൈക്കനിങ്ങിലുണ്ടായ റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, ആറ്റിറ്റ്യൂഡ്, എന്റെ വ്യക്തിത്വത്തിലെ കാഴ്ചപ്പാട്, ഇവ പലപ്പോഴും മീറ്റിംഗിന്റെ ഞാൻ പലപ്പോഴും ഇഷ്ടപ്പെടുത്തിയായിട്ടാണ് നമ്മുടെ ആത്മീയതയെ ഒക്കെ കുറിച്ചുള്ള ടോക്കുകൾ കേൾക്കുമ്പോൾ എന്തോ ടീച്ചേഴ്സും പ്രീച്ചേഴ്സും ഏതെങ്കിലും നമുക്കുള്ളൊരു അടിസ്ഥാന ബന്ധം കോളേജ് ലഭിക്കും. അടിസ്ഥാന ബന്ധത്തിനല്ലാതെ ശരിയാണ് ബിലുൽസൺ ക്രൈസ്റ്റ് പറഞ്ഞൊരു ടാറ്റയുടെമാരുടെ സംസാരിക്കും, മക്കളെ ആ രീതിയിൽ സംസാരിക്കും. അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ രീതിയിലേക്ക് ഉപകഥകളും പിന്നെ ഹിന്ദു പുരാണം, ക്രിസ്ത്യൻ പുരാണത്തിൽ നിന്നുള്ള കഥകളും എടുത്ത് പറയുമ്പോഴത്തേക്ക് എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്? എനിക്കത് മനസ്സിലാക്കണമെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാം. അങ്ങനെയുള്ളിടത്ത് പോകാം. തെറ്റായ മെസ്സേജ് പറഞ്ഞു കൊടുക്കുന്നത് പരിണിത ഫലമായിട്ട് ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ കൃത്യമായ ഒരു രീതിയിൽ സ്പോൺസർഷിപ്പ്. പക്ഷെ ഒരു മാറ്റം ഈ അടുത്തിടെ 2-3 കൊല്ലത്തിനിടയിൽ ചില അംഗങ്ങളെങ്കിലും അവരുടെ താല്പര്യം ചില വർക്ക്ഷോപ്പുകളും പ്രോഗ്രാമുകൾ സ്റ്റെപ്സിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ, അത് മാത്രമല്ല ബിഗ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളും 1-2 വർഷമായിട്ട് കൃത്യമായിട്ട് നടത്തുന്ന മീറ്റിങ്ങുകളും, അതിൽ കൂടെ ഒരുപാട് അംഗങ്ങൾക്ക് ഇത് വരികയും പല മാറ്റങ്ങളും പല ഗ്രൂപ്പുകളിലും മാറ്റം പറ്റുകയും ആൾക്കാരൊക്കെ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർ മീറ്റിങ്ങിനകത്ത് പടികളെ കുറിച്ചും സ്പോൺസർഷിപ്പിനെ കുറിച്ചും ആധികാരികമായിട്ട് ബിഗ് ബുക്കിനെ കുറിച്ചും സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഈ മാറ്റമാണ് ഞാൻ മനസ്സിലാക്കി അനുഭവിച്ച ഈ റിക്കവറി ഞാൻ ആൾക്കാരിലേക്ക് പോയത്. ഞാൻ എന്താ മനസ്സിലാക്കുന്നത്, ഈ 11 പടികൾ പരിശീലിച്ചാൽ എനിക്ക് സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ഞാൻ അതിനെ കുറിച്ച് പറയാൻ എങ്കിൽ തന്നെയും ഇത് ആക്സിഡന്റ് ആയിട്ട് വരുന്നതല്ല, മാജിക് ആയി വന്നതല്ല ഇത് വരുന്നത്. ഈ മാറ്റം 11 പടിയിലെ ഈ ആത്മീയമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്റെ മനസ്സ് ഞാൻ സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങിയ അവസ്ഥയിൽ. അപ്പൊ ഇത് തന്നെയാണ് പോളിസ് അനൗൺസിന്റെ ഇത് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ആ മെസ്സേജ് പാസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. മീറ്റിംഗ് ഉണ്ടെന്നുള്ളതല്ലാണ്ട് പോളിസ് അനൗൺസിന്റെ പ്രോഗ്രാം ഉള്ള മെസ്സേജ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ട് റിക്കവറിയുടെ സന്ദേശം ഞാൻ മറ്റ് സഫറിങ് ആൾക്കോളിക് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് പോളിസ് അനൗൺസിന്റെ 3 പാഠങ്ങൾ പറയാൻ പറ്റുന്നത്. എങ്ങനെയായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ എന്റെ മിസറബിൾ ആയിട്ടുള്ള മതത്തിനെഴുതപ്പെട്ട ജീവിതം ഞാൻ മനസ്സിലാക്കി ഒരു സുബോധ ജീവിതം ഞാൻ ജീവിക്കേണ്ടി. അതിന്റെ അർത്ഥം മദ്യത്തിൽ നിന്ന് മാറുക മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഉള്ളിലും പുറത്തും ഫണ്ടമെന്റൽ മാറ്റം. ഈ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ എന്ത് മെസ്സേജാണ് ഗ്രൂപ്പിലോ അവിടെ സ്പീക്കർ മീറ്റിംഗോ ഒക്കെ ആയിട്ട് പോയിരുന്നിട്ട് പോലെ പ്രസംഗിച്ച് എത്ര പേര് മീറ്റിംഗിലേക്ക് വന്നു. അത് പബ്ലിക് അവയർനെസ്, പബ്ലിക് ഇൻഫോർം എന്നുള്ളത് ഗ്രൂപ്പുകളും ഉണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മീറ്റിംഗ് തീർച്ചയായിട്ടും ഈ മെസ്സേജ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ മനോഹരമായിട്ടുള്ള മെസ്സേജ് നമുക്ക് എത്തിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും ആൽക്കഹോളിക്സ് മീറ്റിംഗ് എത്ര ഹോം ഗ്രൂപ്പുകൾ, ഇന്ന് ഹോം ഗ്രൂപ്പുകൾ എത്ര ഡിസ്കഷൻ മീറ്റിംഗ് ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നേരത്തെ സ്പോൺസർഷിപ്പ് ഇന്നൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറി. ഇന്ന് പലപ്പോഴും ഫെലോഷിപ്പിനെ ഒട്ടും കുറച്ച് കണ്ടല്ല പറയുന്നത്. നല്ല സോഷ്യലൈസിനും യാത്രകളും ഇപ്പോൾ തന്നെ പറയാതിരിക്കാൻ കേരളത്തിലൊരു കൺവെൻഷൻ നടക്കും കൊച്ചിയിൽ. അതിന്റെ പോസ്റ്ററുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ടൂറിസ്റ്റ് കമ്പനി എന്തോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ആൾക്കാർ അതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ
എന്തും മെസ്സേജാണ് കൊടുക്കുന്നത്. അതിനെ കുറ്റപ്പെടുത്തുകയല്ല, ഏത് രീതിയിലെങ്കിലും ആർക്കും മെസ്സേജ് കിട്ടിക്കോട്ടെ. പക്ഷെ നമ്മളെങ്കിലും നമുക്കൊക്കെ ഒരു 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 റെസ്പോൺസിബിലിറ്റി, ഇനിയെങ്കിലും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ആൾക്കോളിക് അനൗൺസിന് ഒരു ഡയല്യൂട്ടഡ് അല്ല, എന്റേതായിട്ടുള്ള മെസ്സേജ് ആൾക്കോളിക് അനൗൺസിന്റെ ഒരു മെസ്സേജ്, ആ മെസ്സേജ് പാസ് ചെയ്യാൻ ആ സ്പിരിച്വലിലേക്ക് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഹയർ പവറിനെ എങ്ങനെ കണ്ടെത്താനുള്ള ആ ഒരു മെസ്സേജ്, അത് അതിന്റെ ആ രീതി എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞോളൂ. കാരണം ഈ സ്പോൺസർഷിപ്പിലെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എന്റെ പ്രൈമറി റിലേഷൻഷിപ്പ് തന്നെ മാറുകയാണ്. അത് കാരണം ഫ്രണ്ട്ഷിപ്പാണ് ആദ്യമായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് വലുതാവും, പക്ഷേ നമുക്ക് ആ സ്പോൺസർഷിപ്പ് എന്നുള്ള എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല, പലപ്പോഴും ഒന്നോ രണ്ടോ സ്പോൺസേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ഇന്നും ചിറകിന്റെ കീഴിൽ വെച്ചിട്ട് എനിക്ക് ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ. അവരെ സ്വയം അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വേറെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർ വിശ്വസിക്കുന്നതിൽ മുന്നോട്ട് പോകാൻ, അപ്പൊ അതിൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അതിന്റെ അർത്ഥം അത് കട്ട് ചെയ്യുക വീണ്ടും ഉണ്ടായിരിക്കണം. പക്ഷെ ആ രീതിയിലേക്കായിരിക്കണം നമ്മൾ ഈ 12-ാം പടിയുടെ കുറച്ച് കാര്യങ്ങൾ ബിഷപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എന്താ വളരെ കൃത്യം കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടിരിക്കുകയാണ്. എന്താണ് ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മനസ്സിലാക്കിയിരിക്കുമ്പോൾ പോകാതിരിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും കണ്ടുള്ള കാര്യം, ഒരാളുമായിട്ട് 2 ആൾക്കാർ ഒരുമിച്ച് പോകും, ഒരാൾ ഒറ്റയ്ക്ക് പോകാതിരിക്കുക, ആളില്ലെങ്കിൽ